എത്ര വട്ടം അവന്റെ കൂടെ കിടന്നു? 3-4 വട്ടം. എവിടെ വെച്ചിട്ട്? ഒരു ഒന്നൊന്നര അവിഹിത കഥയാണ് മക്കളെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഒരു പെണ്ണ് ഭർത്താവിനെയും 3 മക്കളെയും ഉപേക്ഷിച്ച് വേറൊരുത്തനും കൂടെ ഇറങ്ങി പോകുന്നു. ഡ്രൈവർ വർഗീസ് പഞ്ചറാക്കിയ ടയറാൻ പഞ്ചർ ഒടിച്ച് സ്റ്റെപ്പിനായിട്ട് കൊണ്ടു നടക്കുന്നു. അത്രയേ ഉള്ളൂ. ഇത് സാധാരണ നടക്കുന്നതാണ്, പക്ഷെ ഇത് പറയാതിരിക്കാൻ കഴിയൂല. കാരണം ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ട്വിസ്റ്റ് വരുന്നത്. അന്നത്തെ കച്ചവടം ഇവിടെ തന്നെ ആയിക്കളയാം. ഓക്കെ, അങ്ങനെ ഇവളെ ഇറങ്ങിപ്പോയി. അങ്ങനെ ഇവളെ ഇറങ്ങിപ്പോയ കാമുകൻ എന്താക്കുന്നു? അവന്റെ ആവശ്യം കഴിഞ്ഞപ്പോ ഇവളെ നൈസായിട്ട് ഉപേക്ഷിക്കുന്നു. അത് ഇനി ഇവൾ ആ കാമുകൻ ഉപേക്ഷിച്ചതാണോന്നൊന്നും അറിയില്ല കേട്ടോ. കാരണം നമ്മുടെ കഥാനായക അങ്ങനെ ഒരാളാണ്. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എന്തായാലും അതിനുശേഷം അവളുടെ ജീവിതത്തിലേക്ക് മറ്റൊരുത്തം വരുന്നു. ഇവന്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഇവൻ ഇവളുടെ എല്ലാ ഹിസ്റ്ററിയും അറിഞ്ഞുകൊണ്ട് തന്നെ ഇവള് സ്വീകരിക്കും. നിങ്ങൾ പോകുന്നത്. അങ്ങനെ 2 വർഷമായിട്ട് ഇവർ ഒരുമിച്ച് താമസിക്കുകയാണ്. പക്ഷെ അതിനിടയിൽ ഇവൾക്ക് പിന്നെയും കഴുപ്പ് മൂക്കുന്നു. ഏതാണോ ഈ മുന്തിയനം? അങ്ങനെ ഇവൾ എന്താക്കുന്നു? വേറൊരുത്തനുമായി റിലേഷനിലാവുന്നു. സ്ഥിരാണല്ലേ. അവന്റെ കൂടെ ലോഡ്ജിലും മറ്റു റൂമുകൾ എടുക്കുന്നു, പരിപാടികൾ നടത്തുന്നു. അത് മറ്റവൻ അറിയുന്നു. അങ്ങനെ ഇവനെ അവളെടുത്ത് പെരുമാറുന്നു. ഇവിടെ മൊത്തം മണ്ടന്മാരാ. കൈയെടുക്ക്. എത്ര വട്ടം അവന്റെ കൂടെ പോയിക്കണം? കൈയെടുക്ക്. എത്ര വട്ടം അവന്റെ കൂടെ പോയിക്കണം? പറഞ്ഞോളൂ. ആദ്യൊരു മടിയുണ്ടാവും, പിന്നെ അത് ശീലമായിക്കുള്ളൂ. പറഞ്ഞോളൂ. സിമ്പിളായിട്ടുള്ള ചോദ്യം, സിമ്പിളായിട്ടുള്ള ഉത്തരം. എനിക്ക് ഞാൻ വേണോ വേണോ? നിനക്ക് കാട്ടുമാക്കാനെ വേണോ അതോ എന്നെ വേണോ? പറയേ. ഓ വേണ്ട. അപ്പൊ ഞാന് പറഞ്ഞോ, വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണം. വേണ്ട. എന്റെ കയ്യിൽ നിന്ന് 10-40 രൂപ വാങ്ങിനോ? ഇത്തരം പുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് നല്ലതാണ്. എന്നെ സ്നേഹിച്ചതിനെ കൊണ്ടല്ല എന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിയേ, എന്റെ ചെലവൊക്കെ നോക്കിയേ ആണോ? ആഹാ, കൊള്ളാലോ. ഓളുടെ ചെലവൊക്കെ നോക്കിയിട്ട് ഓൾക്ക് പൈസയും കൊടുത്തിക്കണ്. മണ്ടൻ. എന്ത് മൊയിന്താണ്. പട്ടിക്കുട്ടി ചന്തക്ക് പോയ പോലെ ആയില്ലേ. എന്നിട്ടോ ആ പൈസ വാങ്ങിയിട്ട് ഓള് വേറൊരുത്തനെ കൂടെ കളിക്കാൻ പോയി. അടിപൊളി. സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉള്ള ടീമാ. www.sarasu.com. ആർക്കും എപ്പോ വേണമെങ്കിലും ബ്രൗസ് ചെയ്യാം. എത്ര വട്ടം എന്റെ കൂടെ കിടന്നു? പറ. ഈ ഫസലിന്റെ വട്ടം എത്ര വട്ടം കിടന്നു? അപ്പൊ മേഡ ആരാണെന്നുള്ളൊരു ക്ലൂ കൊടുക്കല്ലേ? കൊടുക്കാലോ. അതാണ് നീ പടക്കം. എവിടെ വെച്ചിട്ട്? പെരിന്തൽമണ്ണ. ഏത്? ഈ അന്ന് പോയ ലോഡ്ജാണോ? പിന്നെ ഏത് ലോഡ്ജ്? അങ്ങനത്തെ എനിക്ക് നല്ല ഇഷ്ടാ. എനിക്ക് നല്ല ഇഷ്ടാ. എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ. ഞാനൊരു നഗ്ന സത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ലാട്ടാ. ഉറപ്പാണോ? ഞാൻ പോയിനോ ഇല്ലേ? പോയിക്കണോ ഇല്ലേ? പറയേ. എന്താ നാക്കില്ലേ? മൗനം സമ്മതം. ഞാൻ പോയിക്കണോ ഇല്ലേ? പോയി. എവിടെ വെച്ചിട്ട്? തൃശ്ശൂര്. ഇന്ന് കളിയുണ്ടോ ചെമ്പകം? ഏത് ലോഡ്ജ്? അവൻ കൊണ്ടേതാണ് എന്നെ. എടാ കൊച്ചനെ, ഈ പ്രായത്തിൽ ഒരുത്തിയെ കിട്ടിയ അവസരം കളയണമെന്നൊന്നും പറയല്ല. നോക്കിയും കണ്ടു സംഗതി ഒപ്പിക്കാവും. ഏത് ലോഡ്ജിന്ന് അറിയില്ല. കല്യാണം കഴിഞ്ഞ് 2 കുട്ടിയില്ല എനിക്ക്. എല്ലാ എവിഡൻസും തന്നില്ലേ? ഇപ്പൊ വിളിച്ചപ്പോ പറഞ്ഞെന്താണ്? എന്നെ തല്ലുണ കേട്ടിട്ട് അവൻ പറഞ്ഞെന്താണ്? ഈ എന്താ ചെയ്തോ? എനിക്ക് ഏതായാലും കിട്ടാനുള്ളത് കിട്ടി. അല്ല കുട്ടിയുടെ നീ എടുത്തോ, അങ്ങോട്ട് എടുക്കാം. അപ്പൊ ഇജ്ജ് പറയാം, എനിക്ക് കാമത്തിന്റെ പ്രശ്നമാണ്. എന്താണ് എന്റെ പ്രശ്നം? പറ. ഇജ്ജെന്നെ പറ. വെടി. എന്തൊരു വെടി. അതൊക്കെ ഇപ്പൊ ചോദിക്കാനുണ്ടോ മോനെ? കാമം തന്നെ അല്ല. അതിപ്പോ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ചെയ്യോ? കണ്ടറിയാം ഇവളൊക്കെ പുറമ്പോക്ക് കോളനിയാണ്. ആദ്യം ഭർത്താവ്, പിന്നെ വേറൊരുത്തൻ, പിന്നെ നീ. അങ്ങനെ അത് കഴിഞ്ഞപ്പോ വേറൊരുത്തനും കൂടി. ഒരു അവിഹിത ബന്ധം. കടിഞ്ഞാണില്ലാത്ത കുതിര പോലെ പാഞ്ഞു നടന്നവൾ എത്ര കൈമറിഞ്ഞിട്ടായിരിക്കും നമ്മുടെ കയ്യിൽ വന്നത്. ഫസലിന്റെ കൂടെ സെക്സ് ഇല്ല എന്നല്ല, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ചുമ്മാ സംസാരിക്കും, യാത്രയും. അതാണ്. അതിപ്പോ അത്ര വലിയ തെറ്റായി പോയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. മിണ്ടരുത്, കൊള്ളുണ്ടൻ. ഇതിനാണ് കുത്തിക്കഴപ്പെന്ന് പറയുന്നത്. എന്റെ ഏട്ടനിക്ക്, എന്റെ അമ്മക്ക്, എന്റെ കുട്ടിയുടെ കാണും. അന്ന് നീ തല്ലൂല. അറിയിക്ക്, അറിയിക്ക്. ബന്ധുക്കളെ മുഴുവൻ വിളിച്ചറിയിക്ക്. ശിവന്റെയൊക്കെ പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല. എന്താ മോളെ, കണ്ണീര് അങ്ങോട്ട് വരുന്നില്ലല്ലോ. പഠിച്ച കള്ളിയാ, നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. ഇതുപോലുള്ള ഗംഭീര വീഡിയോകൾക്കായി ഈ ചാനൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമുക്കാൻ മറക്കല്ലേ.